ഹലോ, ഇതൊരു ചെറിയൊരു മെസ്സേജ് എനിക്ക് വന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചെറിയൊരു വീഡിയോ. അന്യഗ്രഹ ജീവികൾ നമ്മളെ തിരക്കി വരുമെന്നാണ്. അന്യഗ്രഹ ജീവി എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് ചെറിയൊരു സൂക്ഷ്മജീവി ഉണ്ടെങ്കിൽ പോലും അന്യഗ്രഹ ജീവിയാണ്. നമ്മളെ തിരക്കി വരുമെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ തൊട്ടടുത്തുള്ള ചന്തലിറങ്ങുന്നെങ്കിൽ പോലും നമുക്കൊരുപാട് കാത്തിരിപ്പുണ്ട്, ഒരുപാട് പൈസ ചിലവുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മറ്റു ഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗ്രഹങ്ങളും ഗാലക്സികളും നമുക്ക് പുറമേയുണ്ട്. ഒരുപാട് നമ്മളൊരു കടലിൻ്റെ ഒരു തീരത്തൊരു സൈഡിൽ നിൽക്കുമ്പോൾ നമ്മളെ കണ്ണിൽ കാണുന്നത് പോലെ മാത്രമേ നമുക്കിപ്പോഴും അതിനെക്കുറിച്ച് അറിയൂ. ഈ പ്രപഞ്ചത്തിനെക്കുറിച്ച് അത്രയ്ക്ക് വിശാലമായി കിടപ്പുണ്ട് പ്രപഞ്ചം. അവിടെ ജീവനുണ്ടാവാം, ഒരുപാട് ജീവനുണ്ടാവാം. നമുക്കതിനെക്കുറിച്ചൊന്നും പല കാര്യങ്ങളും നമുക്കിപ്പോഴും ചിന്തിച്ചെടുക്കാൻ പോലും കഴിയില്ല. അതായത് ഇവിടെ ജീവനുണ്ടായി എങ്കിൽ, നമ്മുടെ ഈ ഭൂമിയിൽ ജീവനുണ്ടായി എങ്കിൽ, അല്ലെങ്കിൽ ജീവൻ വന്നുവെങ്കിൽ മറ്റു ഗ്രഹങ്ങളിലുണ്ടാവും. ഒരു സൂക്ഷ്മജീവി ഉണ്ടായാൽ പോലും അത് അന്യഗ്രഹ ജീവി തന്നെയാണ്. അല്ലാതെ ഇൻ്റലിജൻ്റായ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ജീവി ഉണ്ടാവണമെന്നൊന്നുമില്ല. മനുഷ്യൻ്റെ അന്യഗ്രഹ ജീവിയെ നമ്മൾ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലും പല കലാകാരന്മാരും കാണിക്കുന്ന മനുഷ്യന് സാദൃശ്യമായ ജീവികളാണ്. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. ചെറിയൊരു പൂപ്പലുണ്ടായാലും മതി, ചെറിയൊരു സൂക്ഷ്മജീവി ഉണ്ടായാലും മതി. അതെല്ലാം അന്യഗ്രഹ ജീവി തന്നെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ. ഒരുപാടുണ്ട് അന്യഗ്രഹ ജീവി എന്ന് പറയുന്നത്. നമുക്കവരെ കാണാൻ കഴിയില്ല. കാരണം നമ്മൾ തൊട്ടടുത്തുള്ള ചന്ദ്രനിൽ ഇറങ്ങണമെങ്കിൽ പോലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് നാളിന് ശേഷം ചന്ദ്രനിൽ ഇപ്പം വീണ്ടും ഇറങ്ങാൻ പോവുകയാണ്. വർഷങ്ങളായി ഇറങ്ങിയിട്ട്. ഇതൊക്കെ തന്നെ വളരെ പാടുള്ള കാര്യമാണ്. നമ്മൾ അടുത്ത ഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ അടുത്ത ഗാലക്സിയിലോട്ടൊക്കെ പോകുക എന്ന് പറയുന്നത് ഒരിക്കൽ ചിലപ്പം പോയേക്കാം അടുത്ത ഗാലക്സിയിലേക്ക്. മനുഷ്യൻ പല സ്ഥലങ്ങളിലേക്ക് എത്തും. ഓക്കെ.